ഞാനിപ്പോൾ 12 മണിക്കൂർ പഠിച്ചു എന്ന് പറഞ്ഞതിലല്ല കാര്യം, ഞാൻ 12 മണിക്കൂർ കൊണ്ട് എന്ത് പഠിച്ചു എന്നതിലും കൂടെയാണ് കേട്ടോ കാര്യം. ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്ക്. ഞാൻ അപർണ സന്തോഷ്. നമുക്ക് ഇനി നെറ്റ് എക്കണോമിക്സ് എക്സാമിന് വേണ്ടിയിട്ട് ഏകദേശം ഒരു 30 ദിവസമാണ് നമ്മുടെ മുന്നിലുള്ളൂ. ഈ 30 ദിവസം ഇനിയും മര്യാദയ്ക്ക് പഠിച്ചു തുടങ്ങാത്തവരുണ്ടെങ്കിൽ ഈ 30 ദിവസം കൊണ്ട് എനിക്ക് റാക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയായിരിക്കും നിങ്ങളുടെ സംശയം. നമ്മുടെ ഡിസംബർ 27 കൂടെ തന്നെ എക്സാമിന് ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടില്ല. എന്നാലും നമ്മൾ ഏകദേശം ആ ഒരു ഡേറ്റ് എന്ന് വെച്ച് നോക്കുമ്പോൾ ഏകദേശം നമ്മുടെ 30 ദിവസമേ നമ്മുടെ മുന്നിലുള്ളൂ. ഇനി പഠിച്ചു തുടങ്ങിയാൽ ഇനി തൊട്ട് പഠിച്ചു തുടങ്ങിയാൽ എനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ എന്നായിരിക്കും നിങ്ങളുടെ സംശയം. ഉറപ്പായിട്ടും ക്രാക്ക് ചെയ്യാൻ പറ്റും. ഒരു സിസ്റ്റമാറ്റിക് സ്റ്റഡി അല്ലെങ്കിൽ ഒരു ടാർഗറ്റഡ് അപ്രോച്ചിലൂടെയാണ് നിങ്ങൾ പഠിക്കണമെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നെറ്റ് എന്നുള്ള സ്വപ്നം സഫലീകരിക്കാൻ പറ്റും. അതല്ലാതെ നിങ്ങൾ എന്താ മൊത്തം സിലബസ് വലിച്ചു വാരിയാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരിക്കലും 30 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. അല്ലേ തന്നെ നമ്മുടെ എന്താ സിലബസ്, നെറ്റിന്റെ സിലബസ് എന്ന് പറഞ്ഞാൽ അത്രയും വാസ്റ്റ് ആണ്. എക്കണോമിക്സിലെ എല്ലാ ഏരിയാസും കവർ ചെയ്യുന്നു വേണമെങ്കിൽ പറയാം. അത്രയും വാസ്റ്റ് ആണ് നെറ്റ് എക്കണോമിക്സിന്റെ സിലബസ്. അപ്പൊ നമ്മൾ അത് മുഴുവനും വലിച്ചു വാരി പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ എന്തായാലും തീരില്ല അല്ലെ. അപ്പൊ നമ്മളൊരു സിസ്റ്റമാറ്റിക് സ്റ്റഡി പ്ലാനോട് കൂടിയാണ് ഈ 30 ദിവസം നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്താ നെറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റൂ കേട്ടോ. അപ്പൊ അത് എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് നോക്കില്ല. ഈ 30 ദിവസം നിങ്ങൾ എന്ത് ചെയ്യാം, ഹൈ ഈൽഡ് ടോപ്പിക്സ് ബേസ് ചെയ്ത് PYQ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് പഠിച്ചാലേ നിങ്ങൾക്ക് ഇനി നെറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ എങ്ങനെ 30 ദിവസം കൊണ്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ മെയിൻലി നോക്കുന്നത്. ആർക്കൊക്കെ ഈ 30 ദിവസം കൊണ്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും? ഇപ്പം നിങ്ങൾ PG പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റുഡൻസ് ആണ്, അല്ലെങ്കിൽ നിങ്ങളുടെ എക്കണോമിക്സിന്റെ ബേസ് നല്ല സ്ട്രോങ് ആണ്, അത് മാത്രമല്ല പഴയ നെറ്റ് എക്സാംസ് ഒക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നെറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റും. വെറും 30 ദിവസം മതി കേട്ടോ. ആർക്കൊക്കെയാണ് PG ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് ആയാലും അല്ലെങ്കിൽ ജസ്റ്റ് PG പാസ് ഔട്ട് ആയ സ്റ്റുഡൻസ് ആയാലും, അതുപോലെ തന്നെ ബേസ് സ്ട്രോങ്, എക്കണോമിക്സിന്റെ ബേസ് അത്യാവശ്യം സ്ട്രോങ് ആണെങ്കിലും, അതുപോലെ തന്നെ നെറ്റിലെ പഴയ എക്സാംസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുള്ളവർക്കോ ആ പാറ്റേൺ അറിയാമായിരിക്കുമല്ലോ, അങ്ങനെയുള്ളവർക്കൊക്കെ സുഖമായിട്ട് ഈ 30 ഡേയ്സിൽ ക്രാക്ക് ചെയ്യാൻ പറ്റൂ കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഒരു സ്മാർട്ട് സ്റ്റഡി പ്ലാൻ വേണം. ഈ ഒരു നമുക്ക് തന്നെ അറിയാം എത്ര മൊഡ്യൂൾസ് ഉണ്ട്, 10 യൂണിറ്റ്സ് ആണ് നമുക്കുള്ള. 10 യൂണിറ്റ്സ് 30 ദിവസം കൊണ്ട് ഫുള്ള് കവർ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റില്ല. അപ്പം നമ്മളെ ഒരു പ്ലാൻ വേണം. നമുക്ക് ഈ ടോപ്പിക്സ്, ഈ ഏരിയാസ് ഞാൻ ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ എനിക്ക് നെറ്റ് കിട്ടുമെന്ന് നിങ്ങൾക്ക് ഇതൊരു ധാരണ വേണം. ആ ഏരിയാസ് മാത്രം ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നെറ്റ് ക്വാളിഫൈ ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ PYQs മോക്ക് ടെസ്റ്റും കൺസിസ്റ്റന്റ് ആയിട്ട് തന്നെ പഠിച്ചു പോവുക കേട്ടോ. അപ്പോൾ ആർക്കൊക്കെയാണ് PG പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക്, അതുപോലെ തന്നെ ബേസ് സ്ട്രോങ് ആയിട്ടുള്ളവർക്ക്, അല്ലെങ്കിൽ നെറ്റ് പ്രീവിയസ് അറ്റംപ്റ്റ് ചെയ്തിട്ടുള്ളവർക്കൊക്കെ സുഖമായിട്ട് 30 ദിവസം കൊണ്ട് നെറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റൂ കേട്ടോ. ഇനി എന്തുകൊണ്ടാണ് നെറ്റിൽ ഫെയിൽ ആവുന്ന സ്റ്റുഡൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാം എന്താ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ എല്ലാം എന്താ വലിച്ചു വാരി പഠിക്കുന്ന ഒരു സ്വഭാവം നിർത്തുക കേട്ടോ. കാരണം നമുക്ക് എന്താ എല്ലാം ഇങ്ങനെ വലിച്ചു വാരി പഠിച്ചു കഴിഞ്ഞാൽ എക്സാം ഹോളിൽ ചെല്ലുമ്പോഴത്തേക്കും എന്താ ആ ഏരിയാസ് നമ്മൾ പഠിച്ചതായിരിക്കും, പക്ഷെ എന്നാൽ ഇത് സംഭവിക്കുന്നത് ആ ഏരിയാസ് നിങ്ങൾക്ക് അറിയാതെ വരും. ഇത് ഞാൻ പഠിച്ചതാണല്ലോ, പക്ഷെ എനിക്ക് എന്താ എഴുതാൻ പറ്റുന്നില്ല, എക്സാം ഹോളിൽ എനിക്ക് ഒട്ടും ഇത് എഴുതാൻ പറ്റുന്നില്ല എന്നൊരു, അല്ലെങ്കിൽ മനസ്സിലാവുന്നില്ല ക്വസ്റ്റ്യൻ കണ്ടിട്ടെന്നൊക്കെ തോന്നും. അതെന്തുകൊണ്ട് ഇങ്ങനെ വലിച്ചു വാരി പഠിക്കുന്നുണ്ട്? അങ്ങനെയല്ല. മെമ്മറിയിൽ ഫോക്കസ് വേണമെങ്കിൽ നമ്മളത് എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കി പഠിക്കണം. കാണാപ്പാഠം ഒരിക്കലും പഠിക്കരുത് കേട്ടോ. അതുപോലെ തന്നെ PYQs ഇഗ്നോർ ചെയ്യുന്ന, സെയിം ക്വസ്റ്റ്യൻ ഒരിക്കലും റിപ്പീറ്റ് ചെയ്യില്ല. വളരെ 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 റെയറാണ് ആ സെയിം ക്വസ്റ്റ്യൻ നെറ്റ് എക്സാംസിൽ NTA നടത്തുന്ന ഈ നെറ്റ് എക്കണോമിക്സ് എക്സാമിൽ ആ റിപ്പീറ്റേഷൻ എന്ന് പറയുന്നത് ഭയങ്കര റെയറാണ്. പക്ഷെ പാറ്റേൺ സെയിം ആണ്, അല്ലെങ്കിൽ ആ ഒരു ഏരിയയിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് സെയിം ആണ്. അപ്പോൾ പാറ്റേൺ മനസ്സിലാക്കി പഠിക്കണമെങ്കിൽ PYQs നിർബന്ധമായി നിങ്ങൾ ചെയ്യണം. അറ്റ്ലീസ്റ്റ് ഒരു 5 ഇയേഴ്സ് അല്ലെങ്കിൽ 4 ഇയേഴ്സിലെ PYQs നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ 100% ഉറപ്പിച്ചോ നെറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവും കേട്ടോ. അതുപോലെ തന്നെ റിവിഷൻ ലാസ്റ്റ് ഡേ വരെ, എക്സാം ഇപ്പം നാളെ ആണെങ്കിൽ ഇന്നത്തെ ദിവസം വരെ നിങ്ങൾ ഫുള്ള് ന്യൂ ആയിട്ടുള്ള ടോപ്പിക്സ് പഠിച്ച് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നെറ്റ് കിട്ടില്ല. എങ്ങനെ വേണ്ട, അവസാനത്തെ ഒരു 5 ദിവസം അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ 4 ദിവസമെങ്കിലും റിവിഷന് വേണ്ടി മാറ്റി വെച്ചില്ലെങ്കിൽ നമ്മൾ കുറേ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിന് ചിലപ്പോൾ അത് പിക്കപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ റിവൈസ് ചെയ്തുകൊണ്ട് ഇരുന്നാൽ മാത്രമേ നമ്മുടെ ബ്രെയിനിൽ അത് സ്ട്രോങ് ആയിട്ട് ഇരിക്കുള്ളൂ. സോ റിവിഷൻ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ സ്ട്രാറ്റജി വേണം. ഒരു സ്റ്റഡി പ്ലാൻ നിർമ്മിച്ച് ആ പ്ലാനിനനുസരിച്ച്, പ്ലാൻ മാത്രം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല കേട്ടോ, ആ പ്ലാനിനനുസരിച്ച് പഠിച്ചു പോയാൽ മാത്രമാണ് നിങ്ങൾക്ക് നെറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഇനി എങ്ങനെ വേണം പഠിച്ചു തുടങ്ങാൻ എന്നായിരിക്കും ഇനി വരുന്ന ചോദ്യം. ഹൈ ഈൽഡിങ് ആയിട്ടുള്ള ടോപ്പിക്സിന് നമ്മൾ 50% നിങ്ങളുടെ ആ ഒരു ടൈം അതിന് വേണ്ടി മാറ്റി വയ്ക്കുക. PYQ പാറ്റേൺ അനാലിസിസിന് 30%, അതുപോലെ മോക്ക് ടെസ്റ്റ് പ്ലസ് റിവിഷന്
20% ദിവസവും അതിന് വേണ്ടി മാറ്റിവെക്കുക. ഇങ്ങനെ വേണം നിങ്ങൾ എന്ത് ചെയ്യണം 30 ദിവസത്തെ നിങ്ങളുടെ ആ ഒരു ഡേറ്റ് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് പഠിക്കാൻ വേണ്ടത് ഇങ്ങനെയാട്ടോ. ഏറ്റവും ടോപ്പിക്സ് പഠിക്കാൻ 50% ദിവസവും നിങ്ങൾ അതിന് വേണ്ടി മാറ്റിവെക്കുക. അതിനുശേഷം PYQ പാറ്റേൺ അനാലിസിസും മോക്ക് ടെസ്റ്റ് റിവിഷൻ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് മോക്ക് ടെസ്റ്റും റിവിഷൻസും കേട്ടോ. നമ്മൾ ക്വസ്റ്റ്യൻസ് മാക്സിമം ചെയ്ത് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് നെറ്റ് കിട്ടുള്ളൂ. കാരണം നമ്മൾ എത്രമാത്രം കുറേ പഠിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ക്വസ്റ്റ്യൻസ് ആയിട്ട് നമ്മൾ ഫെമിലറൈസ് ചെയ്യണം. ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ചോദിക്കുന്നത്, ഏത് രീതിയിലാണ് ചോദ്യം ചോദിക്കുന്നതെന്ന് മനസ്സിലാക്കി പഠിക്കണം. ഇപ്പം നിങ്ങളൊരു മോഡൽ പഠിച്ചു, ഒരു ഗ്രോത്ത് മോഡൽ പഠിച്ചു എന്ന് വിചാരിക്കുക. സോളോയുടെ മോഡൽ തന്നെ പഠിച്ചു, നമ്മൾ അസംഷൻസ് പഠിച്ചു, തിയറി എന്താ, ആര് കൊണ്ടുവന്നു, ഏത് ബുക്കിൽ, ഏത് ഇയർ എന്നൊക്കെ പഠിച്ചു. പക്ഷെ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന വേറെ സ്റ്റൈലിലാണെങ്കിലോ, അപ്പോൾ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ കണ്ടിട്ട് ഈ സോളോ മോഡലിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ വന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റണം. അതുകൊണ്ടാണ് മോക്ക് ടെസ്റ്റുകൾ ചെയ്യുന്നത്. മോക്ക് ടെസ്റ്റ് അതുകൊണ്ടാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻസ് എങ്ങനെ ചോദിക്കുന്നു എന്ന് മനസ്സിലാക്കി വേണം ഉറപ്പായിട്ടും നിങ്ങൾ പഠിക്കാൻ കേട്ടോ. ഇനി ഹൈ ഈൽഡ് ആയിട്ടുള്ള ടോപ്പിക്സ്, എക്കണോമിക്സിന്റെ ഏത് തരം എക്സാം എഴുതാലും മിക്കവാറും മോസ്റ്റ് കേസസിലും മൈക്രോ ആൻഡ് മാക്രോ ഏരിയസിൽ നിന്നായിരിക്കും ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വരുന്നത് മൈക്രോ എക്കണോമിക്സ് എന്നാണ്, അതിന് ശേഷം മാക്രോ എക്കണോമിക്സ് എന്നാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഏരിയ എന്ന് പറഞ്ഞാൽ മൈക്രോയും മാക്രോ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട ഒരു ഏരിയ ആണ്. അതുപോലെ തന്നെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്, ഇന്റർനാഷണൽ എക്കണോമിക്സ്, പബ്ലിക് എക്കണോമിക്സ് ഒക്കെ ഭയങ്കര സിമ്പിളാണ്. അതിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻസും ആ ഏരിയസ് അവർ ചോദിക്കുന്ന ഏരിയ എപ്പോഴും റിപ്പീറ്റഡ് ആണ് പബ്ലിക് എക്കണോമിക്സിലൊക്കെ. അത് ഫോക്കസ് ചെയ്യുക. ഇന്ത്യൻ എക്കോണമി എന്താ, ഇന്ത്യൻ എക്കോണമി നമുക്കറിയാം അത്യാവശ്യം വാസ്റ്റ് ആണ്. ഇന്ത്യൻ എക്കോണമിനെ ഫോക്കസ് ചെയ്ത് പഠിക്കുക. അതായത് ഇന്ത്യൻ എക്കോണമി സ്ഥിരമായിട്ട് കുറച്ച് ഏരിയാസിൽ നിന്നാണ് ചോദിക്കാറുള്ളത്, ആ ഏരിയാസ് എല്ലാം ഫോക്കസ് ചെയ്ത് പഠിക്കുക കേട്ടോ. അപ്പോൾ എന്താണ് മൈക്രോ ആൻഡ് മാക്രോ കഴിവതും മാക്സിമം ആ ഒരു ഏരിയ കവർ ചെയ്യാൻ ശ്രമിക്കണം. ശരിയാണ്, എക്കണോമിക്സിൽ അതായത് നെറ്റ് എക്കണോമിക്സിൽ എവിടെ നിന്നൊക്കെ ചോദ്യം ചോദിക്കാതെ നമുക്ക് ആർക്കും ഒരിക്കലും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. പക്ഷേ എന്നാൽ അവർക്കൊരു പാറ്റേൺ ഉണ്ട്, ആ പാറ്റേൺ മനസ്സിലാക്കി തന്നെ പഠിച്ചു പോവുക, എങ്കിൽ മാത്രമേ നമുക്ക് ഈ കുറച്ച് ദിവസം കൊണ്ട് ഇത് കവറപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ചിലപ്പോൾ നിങ്ങൾ ലോങ് ഇപ്പോൾ 6 മാസം തൊട്ടേ പഠിച്ചു തുടങ്ങിയവരായിരിക്കും. എന്നാലും പഠിച്ചു തുടങ്ങിയിട്ട് എത്തുന്നില്ല, ഇനി ഒരു 30 ദിവസമേ ഉള്ളൂ, എന്നിട്ടും ഞാൻ ഒന്നും ആയില്ല എന്ന് തോന്നുവാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ 30 ഡേയ്സ് സ്ട്രാറ്റജി ഫോളോ ചെയ്യാം കേട്ടോ. നമ്മൾ നേരത്തെ പഠിച്ചു തുടങ്ങിയാലും നമുക്ക് പ്രശ്നം ഉണ്ടാവും, ശരി പഠിച്ച് തീർക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ നിങ്ങൾ എത്തിയില്ല, അന്ന് നമ്മൾ ലാഗ് അടിച്ച് നിന്നുകൊണ്ട് എത്തിയില്ല എന്ന് പറഞ്ഞാൽ 30 ദിവസം കൊണ്ട് നിങ്ങൾ അത്യാവശ്യം കവർ ചെയ്തിട്ടുണ്ടാവും. ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്താലും നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ എങ്ങനെ വേണം 30 ഡേയ്സ് പ്ലാൻ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ 1 to 14 ദിവസം നിങ്ങളുടെ ടോപ്പിക്സ് ഫോക്കസ് ചെയ്യുക. അതായത് ഇപ്പോൾ നിങ്ങൾ 14 ദിവസം 10 യൂണിറ്റ് ആണ്. ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ പേഴ്സണൽ പറയുകയാണെങ്കിൽ മൈക്രോ ആൻഡ് മാക്രോയ്ക്ക് ഒരു 1.5 ദിവസം 2 ദിവസം കൊടുക്കുക. ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ആൻഡ് ഇന്റർനാഷണൽ എക്കണോമിക്സിൽ വരുന്ന തിയറീസ് അല്ലെങ്കിൽ ഗ്രോത്ത് മോഡൽസ് ഒക്കെ വരുമ്പോഴത്തേക്കും ആ ഒരു മോഡലുകളും തിയറീസ് ഒക്കെ അത്യാവശ്യം വാസ്റ്റ് ആണ്, ഡീറ്റെയിൽഡ് ആണ്. അപ്പോൾ നമ്മൾ എന്തെങ്ങനെയാണ് അതിൽ ശരിക്കും അതെങ്ങനെയാണ് പഠിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് വർഷം കൊണ്ടുവന്നു, ആര് കൊണ്ടുവന്നു, എന്താണ് ആ തിയറി പറയുന്നത്, അസംഷൻസും ക്രിറ്റിസിസംസും. ക്രിറ്റിസിസത്തേക്കാൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് അസംഷൻ ആണ്. അസംഷനെ ബേസ് ചെയ്ത് അസർഷൻ ടൈപ്പ്, സ്റ്റേറ്റ്മെന്റ് ടൈപ്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ സ്ഥിരം ചോദിക്കാനുണ്ട്. അതുപോലെ തന്നെ ആര് കൊണ്ടുവന്നു, അതുപോലെ തന്നെ ഇയർ വെച്ച് ക്രോണോളജി, മാച്ച് ദ ഫോളോയിങ് ഒക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. സോ അപ്പോൾ നിങ്ങൾ ഈ ഗ്രോത്ത് ആൻഡ് ഇന്റർനാഷണൽ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തൊക്കെയാണ്, ഏത് തിയറി പഠിച്ചാലും അങ്ങനെ തന്നെയാണ്. ആര് കൊണ്ടുവന്നു, ഏത് വർഷം കൊണ്ടുവന്നു, മെയിൻലി എന്ത് പറയുന്നു, അസംഷൻ എന്താണ്, ക്രിറ്റിസിസം എന്താണ്, ഇങ്ങനെ ആയിരിക്കും മെയിൻലി. അസംഷനിലൊക്കെ ഇട്ട് നല്ല ഡീപ്പായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. എപ്പോൾ തിയറി പഠിച്ചാലും ഈ ഒരു കാര്യങ്ങൾ എപ്പോഴും ഫോക്കസ് ചെയ്ത് പഠിക്കണം. അതുപോലെ തന്നെ ഇയറും മാറിപ്പോകരുത്. ഇഷ്ടംപോലെ തിയറീസ്, ഇഷ്ടംപോലെ ഇയർ ഉണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും നമുക്ക് ഓർത്തിരിക്കാനുള്ള ട്രിക്സ് യൂസ് ചെയ്ത് ആ ഇയേഴ്സ് പഠിക്കുകയാണെങ്കിൽ എളുപ്പമായിരിക്കും കേട്ടോ. ഇയർ എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ക്രോണോളജി ടൈപ്പിൽ ഇയേഴ്സ് വെച്ച് ചോദിക്കാതെ ക്വസ്റ്റ്യൻസ് ഇല്ല, അങ്ങനെ നെറ്റിൽ ഇല്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഇയർ പഠിക്കാം. ഓക്കെ, അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് ഈ ഏരിയാസ് എന്ന് പറയുന്നത്. മൈക്രോ ആൻഡ് മാക്രോ ഒക്കെ വരുമ്പോഴത്തേക്കും ISL, അതിലെ മെന്റൽ ഫ്ലെമിംഗ് മോഡൽ, അതായത് ഓപ്പൺ എക്കോണമി ISL മോഡലിലൊക്കെ ISLത്തിന് ക്വസ്റ്റ്യൻ ഇല്ലാതെ വരികയില്ല കേട്ടോ. അതായത് LMIS കർവിന്റെ ഷിഫ്റ്റ് ഒക്കെ ഇല്ലേ, അതൊക്കെ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ്. ഇൻവെസ്റ്റ്മെന്റ് തിയറീസ്, കൺസംഷൻ ഫംഗ്ഷൻ തിയറീസ് ഒക്കെ 100% ഉറപ്പിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഉറപ്പായിട്ടും വരും. അതുപോലെ തന്നെ മൈക്രോയിലൊക്കെ വരുമ്പോഴത്തേക്കാണ് നമ്മുടെ സെസ്സിൻ്റെ ഒക്കെ നേരത്തെയൊക്കെ ചോദിച്ചിരുന്ന പ്രൊഡക്ഷൻ്റെ അല്ലെങ്കിൽ കോസ്റ്റ് കേഴ്സിൻ്റെ ഒക്കെ റിലേഷൻ ആയിരുന്നു പണ്ടൊക്കെ ചോദിച്ചിരുന്നത്, ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ്റെ ഒക്കെ ഏരിയയിൽ നിന്ന്. പക്ഷേ ഇപ്പോഴെങ്ങനെയാണ് സെസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, അതും ഇക്വേഷൻസ് അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ ഏരിയ ആയിട്ടാണ് ചോദിക്കുന്നത്. ഡിമാൻഡിൻ്റെ ഒക്കെ വെച്ചിട്ടാണെങ്കിലും അതുപോലെ തന്നെ കൺസ്യൂമർ സർപ്ലസ്, പ്രൊഡ്യൂസർ സർപ്ലസ് ഷുവർ ആണ്, 100% നിങ്ങൾ ഉറപ്പിച്ച് വെക്കോളൂ. ആ ഏരിയാസ് ഒക്കെ
ഇതുവരെ നിങ്ങളുള്ള പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് ആ ഏരിയാസിൽ നിന്ന് ക്വസ്റ്റ്യൻ വരും. നിങ്ങൾ വിചാരിക്കുക അയ്യോ ഇൻ്റഗ്രേഷൻ വരുന്നുണ്ട്, ഡെറിവേഷൻ വരുന്നുണ്ട്, പാടായിരിക്കും. അല്ല, കൺസ്യൂമർ സർപ്ലസ് ഒക്കെ നമുക്ക് സുഖമായിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. അതുപോലെ ഇൻ്റഗ്രേഷൻ ഒക്കെ സ്ഥിരമായിട്ട് ഇപ്പോൾ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. നേരത്തെ ഡെറിവേഷൻ ആയിരുന്നു ചോദിച്ചുകൊണ്ടിരുന്നത്, ഇപ്പോൾ ഇൻ്റഗ്രേഷനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അതും മസ്റ്റായിട്ട് പഠിക്കുക. അങ്ങനെ കണ്ടോ കുറച്ച് ഏരിയാസ് ഉണ്ട് സ്ഥിരമായി ചോദിക്കുന്ന ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്നത്. അത് ഏതാണെന്ന് മനസ്സിലാക്കി വേണം ഇനി പഠിച്ചു തുടങ്ങാൻ കേട്ടോ. അതിനുശേഷം എന്താ 14 ദിവസം നിങ്ങൾ ടോപ്പിക്സ് മുഴുവനും കവറായി അല്ലേ. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം, അവസാനത്തെ 15 to 20 ദിവസം PYQs മാക്സിമം സോൾവ് ചെയ്യുക. ബെസ്റ്റ് 2018 തൊട്ട് ഈ 2025 വരെയുള്ള ചെയ്യുക. അതിന് മുന്നത്തേക്ക് കുറച്ചുകൂടെ സിമ്പിൾ ആണ് കമ്പാരിറ്റീവ്ലി. അതുകൊണ്ടാണ് ഞാൻ മുന്നത്തേതും ചെയ്ത് നോക്കണം, ഉറപ്പായിട്ട് ചെയ്ത് നോക്കണം, സമയം കിട്ടുമെങ്കിൽ മാത്രം. ഇല്ലെങ്കിൽ എന്താ 18 to 25 വരെയുള്ള ക്വസ്റ്റ്യൻസ് മാക്സിമം ചെയ്ത് നോക്കുക. അതിൻ്റെ കൂടെ തന്നെ എന്താ നമ്മൾ പഠിച്ചിട്ട് ഇവിടെ വിട്ട് കളയല്ല. ഈ 14 ദിവസം കൊണ്ട് നിങ്ങൾ പഠിച്ച എല്ലാ ടോപ്പിക്സും ഡെയിലി റിവിഷൻ ചെയ്യണം. ആ റിവിഷൻ ചെയ്യണം എങ്ങനെ ചെയ്യണം, നിങ്ങൾ എന്ത് ചെയ്യണം, എപ്പോഴും എക്കണോമിക്സ് ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്ന കാര്യം, നമ്മളൊരു ടോപ്പിക് അല്ലെങ്കിൽ എന്ത് പഠിക്കാൻ തുടങ്ങിയാലും ഒരു ബുക്ക് എടുക്കുക, ആ തിയറീനെ പറ്റി എഴുതുക. തിയറിയിൽ എന്തൊക്കെ എഴുതണം ഞാൻ പറഞ്ഞേ, എന്താണ് ആ തിയറി പറയുന്നത്, ആര് കൊണ്ടുവന്നു, ഏത് വർഷം കൊണ്ടുവന്നു, അസംഷൻസ് ഉണ്ടെങ്കിൽ അസംഷൻ, ക്രിറ്റിസിസം ഉണ്ടെങ്കിൽ ക്രിറ്റിസിസം, മെയിൻലി എന്താണ് ഈ തിയറി പറയുന്നത്. അതിനുശേഷം എന്താ 2-3 പേജ് വിടുക. ആ 2-3 പേജ് വിട്ടില്ല അഡീഷണൽ നമുക്ക് ഇതിനെ പറ്റി ഈ തിയറിയെ പറ്റിയിട്ട് ഇൻഫോർമേഷൻസ് ഭാവിയിൽ കിട്ടുമ്പോൾ ആഡ് ഓൺ ചെയ്ത് പോകാനാണ് കേട്ടോ. ആ ബുക്ക് എപ്പോഴും നിങ്ങളുടെ കയ്യിലുണ്ടാകും. അപ്പോൾ നാളെ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഈ തിയറിയെ പറ്റി ഒരു ഡൗട്ട് വന്നു കഴിഞ്ഞാൽ ഈ ബുക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഈ എക്കണോമിക്സ് ഈ ഒരു എക്സാമിന് വേണ്ടി മാത്രമല്ല ഭാവിയിൽ ഈ ബുക്ക് യൂസ് ചെയ്യും കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യണം, ഈ ഒരു 14 ദിവസം കൊണ്ട് നോട്ട് പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് സോഫ്റ്റ് കോപ്പി രീതിയിലാണെങ്കിൽ എങ്ങനെയായാലും കുഴപ്പമില്ല. എന്നിട്ട് അത് എന്ത് ചെയ്യണം, റിവൈസ് ചെയ്യണം. കൺസിസ്റ്റന്റ് ആയിട്ട് റിവൈസ്, ഡെയിലി റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. അതിൻ്റെ കൂടെ തന്നെ PYQs ചെയ്തു പോവുക. അവസാനത്തെ ഒരു 8 ദിവസം അല്ലെങ്കിൽ 9 ദിവസം എന്ന് പറഞ്ഞാൽ മോക്ക് ടെസ്റ്റ്, റിവിഷൻ, അതുപോലെ വീക്ക് ഏരിയ ഏതാണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. മാക്സിമം PYQs ടെസ്റ്റുകളും ചെയ്ത് നോക്കുമ്പോൾ ഈ ഒരു ഏരിയ എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴാണ് എനിക്ക് പ്രശ്നം, നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കും. ആ ഏരിയാസിൽ എന്ത് ചെയ്യണം, കൂടുതൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഏരിയാസ് ഫോക്കസ് ചെയ്ത് പഠിച്ചു പോകണം കേട്ടോ. ഇനി അതുപോലെ തന്നെ PYQs നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടാവില്ല, അതായിരിക്കും പഠിക്കുന്നത്. അങ്ങനെയല്ല, PYQs ആണ് ശരിക്കും ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഞാൻ പറഞ്ഞല്ലോ, പാറ്റേൺ അല്ലെങ്കിൽ ഏത് റിപ്പീറ്റഡ് ആയിട്ടുള്ള പാറ്റേൺ മനസ്സിലാക്കി പഠിച്ചാൽ മാത്രമേ ഇനിയുള്ള കുറച്ച് ദിവസം കൂടെ നിങ്ങൾക്ക് നെറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ PYQs പാറ്റേൺ എങ്ങനെയാണെന്ന് മനസ്സിലാക്കി പഠിക്കുക. നിങ്ങൾ 2018 ആ ഒരു ഏരിയയിൽ ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും. സോളോ മോഡൽ, സോളോയുടെ ഗ്രോത്ത് തിയറി മോഡലിൽ ഒന്നാണ് സോളോ മോഡൽ, നിങ്ങൾക്ക് അറിയായിരിക്കും. ആ ഒരു ഏരിയയെ പറ്റി ഇഷ്ടം പോലെ എല്ലാ വർഷവും ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ, അല്ലെങ്കിൽ ഓരോ എക്സാമിൻസിലും ആ ഒരു ഏരിയയിൽ സ്ഥിരമായിട്ട് സോളോയുടെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഇപ്പോൾ ഈ ഇടയായിട്ട് അത് കുറഞ്ഞു, പക്ഷെ നേരത്തെ എപ്പോഴും സോളോയുടെ ഒരു ക്വസ്റ്റ്യൻ ഇല്ലാത്ത ഒരു നെറ്റിൻ്റെ പേപ്പർ ഉണ്ടാവില്ലായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്താ സോളോയുടെ സ്ഥിരമായിട്ട് ചോദിക്കുന്നുണ്ട്, ഈ ഏരിയ ഫോക്കസ് ചെയ്യാം. അല്ലെങ്കിൽ ഹാരോഡോമറിനെ പറ്റി സ്ഥിരമായിട്ട് ചോദിക്കുന്നുണ്ട്, ആ ഒരു ഏരിയ ഫോക്കസ് ചെയ്യാം. അപ്പോൾ എന്താ PYQs മനസ്സിലാക്കി പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ വരണേന്ന് അറിയാൻ പറ്റുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ അതാണ് ഞാൻ പറഞ്ഞത്, 60 to 75% ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. അത് റെയർ ആണ്, റിപ്പീറ്റ് ചെയ്യാം, സാധ്യത ഇല്ലാന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. എന്നാലും എന്താ പറയുന്നത്, ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യാനുള്ള സാധ്യത ഭയങ്കര സ്ലിം ആണ്. പാറ്റേണും കൺസെപ്റ്റും എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ. അതുപോലെ തന്നെ PYQs ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ എങ്ങനെ വേണം പഠിച്ചു തുടങ്ങാമെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ റിവൈസ് ചെയ്യുക, സോൾവ് ചെയ്യുക, അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കാര്യം കേട്ടോ. ഇനി എന്താണ് 30 ദിവസത്തിൽ ചെയ്യാൻ പാടില്ലാത്തതെന്നും കൂടെ നോക്കാം അല്ലേ. നമ്മൾ പാടുള്ളത് മാത്രം നോക്കിയാൽ പറ്റില്ല, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നും കൂടെ ഒന്ന് അറിയണമല്ലോ. അപ്പോൾ നമുക്കറിയാം എക്കണോമെട്രിക്സ് ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റാറ്റി, മാത്തമാറ്റിക്കൽ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഏരിയ. എക്കണോമെട്രിക്സ് പഠിക്കാതെ പോകരുത് കേട്ടോ. പക്ഷേ ഭയങ്കര ഡീപ്പ് ഡെറിവേഷൻസിലേക്കൊന്നും പോകാതിരുന്നാൽ എക്കണോമെട്രിക്സിൻ്റെ കുറച്ച് സ്ഥിരമായി ചോദിക്കുന്ന കുറച്ച് സിമ്പിൾ ഏരിയാസ് വരുന്നുണ്ട്. ആ സിമ്പിൾ ഏരിയാസ് മാത്രം നമുക്ക് സ്ഥിരമായി ചോദിക്കുന്ന കുറച്ച് ഏരിയാസ് ഉണ്ട്, ആ ഏരിയാസ് മാത്രം പഠിച്ചു പോയാൽ മതി. ചില ഡീപ്പ് ആയിട്ടുള്ള ഏരിയാസ് ഉണ്ട്, നമുക്ക് ആ ഏരിയാസ് സ്കിപ്പ് ചെയ്യും. കാരണം ഏകദേശം ഒരു 80 അല്ലെങ്കിൽ 90 മാർക്സ് നമുക്ക് തെറ്റിക്കാനുള്ള ഒരു അവസരം, നമുക്ക് ഒരു 300-ൽ 210 മാർക്കാണ് നിങ്ങൾക്ക് നമ്മുടെ JRF കിട്ടണമെങ്കിൽ അതുവരെ തെറ്റിക്കാനുള്ള ഒരു അവസരം നമുക്ക് NTA തരുന്നുണ്ട്. സോ നമുക്ക് അത്രയും ഡീപ്പിലേക്ക് നെറ്റ് മാത്രം ക്വാളിഫൈ ചെയ്യാനാണെങ്കിൽ, പക്ഷെ നമ്മളെപ്പോഴും JRF കിട്ടുമെന്ന് ആഗ്രഹിച്ച് വേണം പഠിക്കാൻ. അപ്പോഴും അത് നമ്മൾ ഹയർ ആയിട്ട് എയിം ചെയ്താൽ മാത്രമേ നമുക്ക് അതിൻ്റെ ചെറുതെങ്കിലും നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ JRF കിട്ടും എന്നുള്ള രീതിയിൽ തന്നെ ഈ 30 ദിവസത്തെ പഠിച്ചു തുടങ്ങണം. അങ്ങനെ തന്നെ ഞാൻ പറയുള്ളൂ കേട്ടോ. അപ്പോൾ ഒത്തിരി ഡീപ്പ് മാത്തമാറ്റിക്കൽ ഡെറിവേഷൻസിലേക്കൊന്നും പോകണ്ട. സ്ഥിരമായ ചില ചോദ്യം ഞാൻ പറയാമല്ലോ, കൺസ്യൂമർ സർപ്ലസിൻ്റെ ഏരിയ എന്ന് ചോദിക്കാറുണ്ട്. ഐ മീൻ ദാറ്റ് പ്രോബ്ലം ടൈപ്പ് ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ പ്രൊഡ്യൂസർ സർപ്ലസ് ആയിരിക്കും, അല്ലെങ്കിൽ ഡിമാൻഡിൻ്റെ ആയിരിക്കും, കോസ്റ്റിൻ്റെ ഏരിയസ്. നമ്മുടെ എക്കണോമെട്രിക്സിലേക്ക് വരികയാണെങ്കിൽ എന്തായിരിക്കും വരുന്നത്, റാങ്ക് കണ്ടീഷൻ, ഓർഡർ കണ്ടീഷൻ, അങ്ങനത്തെയുള്ള മാത്തമാറ്റിക്കൽ ഏരിയാസിൽ നിന്നായിരിക്കും വരുന്നത്.
അപ്പോൾ അങ്ങനെയുള്ള ഏരിയാസ് ഫോക്കസ് ചെയ്ത് പഠിക്കുക. കുറച്ച് മാത്തമാറ്റിക്കൽ ക്വസ്റ്റ്യൻസ് സ്ഥിരമായി പാറ്റേൺ വരുന്നുണ്ട്. ആ ഒരു ഏരിയാസ് ഫോക്കസ് ചെയ്ത് മാത്രം പഠിച്ചാൽ മതി. കൂടുതലൊന്നും വലിച്ചു വാരി പഠിക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ അൺഇമ്പോർട്ടൻറ്റ് തിയറീസ് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല, എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ ചില ഏരിയാസിൽ നിന്ന് ഒരു 5-6 ഏരിയാസിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കാറില്ല. പക്ഷെ NTA കാര്യമൊന്നും പറയാൻ പറ്റില്ല, ഐ നോ. ബട്ട് ചില ഏരിയാസിൽ നിന്ന് എന്താ ക്വസ്റ്റ്യൻസ് അങ്ങനെ ചോദിക്കാറില്ല. നമുക്കിങ്ങനെ സ്കിപ്പബിൾ ആയിട്ടുള്ള ഏരിയാസ് ഉണ്ട്, ഉറപ്പായിട്ടും ഉണ്ട്. പക്ഷെ ആ ഏരിയാസ് ഏതാണെന്ന് മനസ്സിലാക്കി പഠിക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറീസ് ഒന്നും ആയിരിക്കരുത് കേട്ടോ സ്കിപ്പ് ചെയ്യുന്നത്. സ്ഥിരമായി ചോദിക്കുന്ന കുറേ തിയറീസ് ഉണ്ട്, അങ്ങനത്തെ തിയറീസ് ഒന്നും സ്കിപ്പ് ചെയ്യരുത്. അല്ലാതെ ചില ഏരിയാസ് ഉണ്ട്, ആ ഏരിയാസ് ഏതാണെന്ന് മനസ്സിലാക്കി ഉറപ്പായിട്ടും അത് സ്കിപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് പഠിക്കാം കേട്ടോ. ഈ ഒരു ടൈം വൈസ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ എൻറ്റയർ ടെക്സ്റ്റ് ബുക്ക് ഒന്നും പഠിക്കാൻ നമുക്ക് സമയമില്ല അല്ലേ. കാരണം 30 ദിവസം കൊണ്ട് എത്രമാത്രം നമുക്ക് പഠിക്കാൻ പറ്റും, ഒരു കണ്ടന്റ് എത്രമാത്രം നിങ്ങൾക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും എന്നൊക്കെ എനിക്കറിയാം. അതുകൊണ്ട് മുഴുവനും ടെക്സ്റ്റ് ബുക്ക് വലിച്ചു വാരി പഠിക്കാൻ നിൽക്കാതെ ഞാൻ പറഞ്ഞ പോലെ പോയിന്റ്സ് ഞാൻ പറഞ്ഞു, എന്തൊക്കെ പഠിക്കണം എന്നുള്ള ഡീപ്പായിട്ട് ഞാൻ പറഞ്ഞു. ഒരു തിയറിനാണെങ്കിൽ എന്താണ് തിയറി, അസംഷൻ, ക്രിറ്റിസിസം, ആര് കൊണ്ടുവന്നു, ഏത് വർഷം, ഇത് മാത്രമാണ് അവർ മെയിൻലി ചോദിക്കാറുള്ളത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ആഡ് ഓൺ ചെയ്ത് പറയാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ എന്തൊക്കെ പഠിക്കണം, ആ ഒരു തിയറി പഠിക്കാൻ നേരത്ത് ആര് കൊണ്ടുവന്നു, ഏത് വർഷം കൊണ്ടുവന്നു, അസംഷൻ, മെയിൻലി എന്താ പറയുന്നത്, ക്രിറ്റിസിസം. അപ്പോൾ ഇതാണ് എൻ്റെ അത് മെയിൻലി പഠിക്കേണ്ട കാര്യം. അല്ലാതെ ആ ടെക്സ്റ്റ് ബുക്കിൽ ഫുൾ നിങ്ങൾക്ക് ഒബ്വിയസ്ലി ടൈം ഉണ്ടെങ്കിൽ ഒരു ടെക്സ്റ്റ് ബുക്ക് മുഴുവനും വായിക്കാം. പക്ഷെ നമുക്കിപ്പോൾ ടൈമില്ല, 30 ദിവസമുള്ളൂ അല്ലേ. ഇനി അതുപോലെ തന്നെ ഇന്ത്യൻ എക്കോണമി റിപ്പോർട്ട്സ് നമുക്കറിയാം അല്ലേ, ബഡ്ജറ്റിനെ പഠിക്കണം. ഈ വർഷത്തെ ബഡ്ജറ്റ് മാത്രം പഠിച്ചാൽ പോലെ അതിന് മുമ്പത്തെ ശരിക്കും നമ്മൾ പറയുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് 3 ഇയേഴ്സിൻ്റെ ഉള്ള രീതിയിലാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ആ പാസ്റ്റ് 2 വർഷത്തെ ഈ ഇയറിലെയും കൊണ്ട് ചേർത്ത് 3 വർഷത്തെ നമ്മൾ പഠിക്കണം എന്നാണ്. അറ്റ്ലീസ്റ്റ് ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ നമുക്കിപ്പോൾ ഡിസംബറിൽ വരുന്നതുകൊണ്ട് ഈ 2025 നിങ്ങൾ അറ്റ്ലീസ്റ്റ് നോക്കി വെക്കുക ബഡ്ജറ്റ്. പക്ഷേ ബഡ്ജറ്റ് മുഴുവനും പഠിച്ചിട്ട് പോകാൻ നമുക്ക് ടൈം ഉണ്ടോ, ഇല്ല അല്ലേ. അപ്പോൾ നമ്മൾ ബഡ്ജറ്റിൽ ഏത് ഏരിയാസിൽ നിന്നാണ് ബഡ്ജറ്റിനെ പറ്റി ക്വസ്റ്റ്യൻ വരുന്നതെന്ന് അനലൈസ് ചെയ്യുക. അതുപോലെ തന്നെ എക്കണോമിക് സർവേ ഇമ്പോർട്ടൻ്റ് ആണ്, അതും അതുപോലെ തന്നെ പഠിച്ചു പോവുക. കൺവെൻഷൻസ് ഉണ്ട്, ടാക്സ് റിഫോംസ് ഉണ്ട്, അതൊക്കെ 30 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ടും പഠിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഗാർഡ് നെഗോഷിയേഷൻ ഒക്കെ വരുന്നതൊക്കെ അതും നിങ്ങൾ ഉറപ്പായിട്ട് നോക്കിയിട്ട് പോവുക. അതൊക്കെ നമുക്ക് 30 ദിവസത്തിൽ സുഖമായിട്ട് പഠിച്ചെടുക്കുക. അതൊക്കെ ഷോർട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അതുപോലെ തന്നെ കംപ്ലീറ്റ്ലി ന്യൂ ടോപ്പിക്സ് പഠിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. നിങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ലാത്ത ടോപ്പിക്സ് അവസാനത്തെ ഡേയ്സിലേക്ക് വരുന്നത് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും, വലിയ ടൈം ഇല്ലാതെ പഠിച്ചെടുക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ മാത്രമേ പഠിക്കാവുള്ളൂ. അത്ര അൺഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് നിങ്ങൾ ഉറപ്പായിട്ടും ടൈം എടുത്താലും ഇല്ലേലും ഉറപ്പായിട്ടും പഠിക്കുക കേട്ടോ. ഇനി എങ്ങനെ വേണം, ഏറ്റവും കുറഞ്ഞത് ഞാൻ പറയുന്നത് ഏറ്റവും കുറഞ്ഞത് എന്നാണ് പറഞ്ഞത് 9 തൊട്ട് 10 മണിക്കൂർ. ഇപ്പോൾ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ്, വർക്ക് ഒന്നും ചെയ്യില്ലെങ്കിൽ നിങ്ങളുടെ ആ ഫുൾ ടൈം നിങ്ങൾ പഠനത്തിന് വേണ്ടി മാത്രം മാറ്റി വയ്ക്കാമെന്ന് ഞാൻ പറഞ്ഞത്. ഫോണാണെങ്കിലും TV എന്ത് കാര്യങ്ങളാണെങ്കിലും നിങ്ങൾ ഇപ്പോൾ ഒരു 30 ദിവസം, അതായത് കഷ്ടി ഒരു മാസം നിങ്ങൾ മാറ്റി വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ എന്താണ് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും പഠനത്തിന് വേണ്ടി മാറ്റി വയ്ക്കുക. വർക്ക് ചെയ്യുന്നവരാണ്, ഫാമിലി ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അറിയാം. പക്ഷേ എന്നാലും ഏറ്റവും കുറഞ്ഞത് നിങ്ങൾ 9 തൊട്ട് 10 മണിക്കൂർ വരെ പഠിക്കാൻ റെഡി ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ നെറ്റ് എന്ന സ്വപ്നം സബലീകരിക്കുക കേട്ടോ. അപ്പോൾ പഠനം ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ സൺഡേസ് ഒന്നില്ലെങ്കിൽ നിങ്ങൾ സൺഡേ ഫുൾ മോക്ക് ടെസ്റ്റ്. ഇപ്പം നിങ്ങൾ പഠിക്കണം, ഇപ്പം ഞാൻ പറഞ്ഞു 2 ദിവസം കൊണ്ട് നിങ്ങൾ മൈക്രോ തീർക്കുക എന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ എന്താ, ആ പഠനത്തിന് ശേഷം ഒരു ദിവസം പറ്റുമെങ്കിൽ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഇപ്പം മൈക്രോയും മാക്രോ ഒന്നില്ലെങ്കിൽ അടുപ്പിച്ച് പഠിക്കുക. അതിനുശേഷം ഒരു 4 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നത് വെച്ചാൽ ഒരു ഡേ ഫുള്ള് മൈക്രോ റിവൈസ് ചെയ്യുക. എന്നിട്ട് അതിനെ ബേസ് ചെയ്ത് മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്ത് വെക്കുക, PYQs ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും, എവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് കിട്ടും അവിടെ നിന്നൊക്കെ ചെയ്ത് നോക്കുക കേട്ടോ. അതിനുശേഷം എന്ത് ചെയ്യണം, അതിനുശേഷം ബാക്കിയുള്ള സബ്ജക്റ്റ് പഠിക്കുക, വീണ്ടും ടെസ്റ്റ് ചെയ്യുക. അതുപോലെ നിങ്ങളിപ്പോൾ മാക്രോയും പഠിച്ചു, അതുപോലെ തന്നെ ഏതെങ്കിലും 2 സബ്ജക്റ്റും കൂടെ പഠിച്ചിട്ട് ആ ഒരാഴ്ച ഈ 4 യൂണിറ്റ്സ് എന്ത് ചെയ്യണം, 4 യൂണിറ്റ്സും കൂടെ ആഴ്ചയിൽ ഒരു റിവിഷൻ എന്നുള്ള രീതിയിൽ എക്സ്ട്രാ വീണ്ടും PYQസും മോക്ക് ടെസ്റ്റുകളും ചെയ്ത് നോക്കുക കേട്ടോ. അങ്ങനെ ഒരു പാറ്റേൺ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് പോവുകയാണെങ്കിൽ സുഖമായിട്ട് പാസ്സാകാൻ പറ്റും കേട്ടോ. അപ്പോൾ ഏറ്റവും കൂടുതലല്ല ഞാൻ പറയുന്നത്, ഏറ്റവും കുറഞ്ഞത് ഒരു ദിവസം 9 തൊട്ട് 10 മണിക്കൂറെങ്കിലും പഠിക്കുക കേട്ടോ. മാക്സിമം നമ്മൾ ഉറങ്ങുന്നതിന് വേണ്ടി, ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി മാത്രം കുറച്ച് സമയം ഉറക്കം ഒരിക്കലും കളയരുത്. നമ്മുടെ ബ്രെയിനിന് റെസ്റ്റ് കിട്ടിയാൽ മാത്രമേ ബ്രെയിൻ വർക്ക് ചെയ്യുള്ളൂ കേട്ടോ. സോ ഉറപ്പായിട്ട് നിങ്ങളുടെ ഏറ്റവും കൂടുതൽ സമയം നിങ്ങൾ മാറ്റി വയ്ക്കേണ്ടത് പഠനത്തിനും ഉറക്കത്തിനാണ്. ഏറ്റവും കുറഞ്ഞത് 7 to 8 hours എങ്കിലും ഉറങ്ങുക. അതിൻ്റെ കൂടെ തന്നെ ബാക്കിയുള്ള മാക്സിമം ഒരു 2 hours എങ്കിലും 3 നേരം അല്ലെങ്കിൽ 4 നേരം ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാറ്റി വയ്ക്കുക. അതിനുശേഷം ബാക്കിയുള്ള എല്ലാ സമയവും പഠനത്തിന് വേണ്ടി മാറ്റി വയ്ക്കുക കേട്ടോ. ഇനി ഒരു അവസാന ടിപ്പ് എന്ന് പറയുന്നത്, ഞാനിപ്പോൾ 12 മണിക്കൂർ പഠിച്ചു എന്ന് പറഞ്ഞതിൽ എല്ലാ കാര്യം
ഞാൻ 12 മണിക്കൂർ കൊണ്ട് എന്ത് പഠിച്ചു എന്നതിലും കൂടിയാണ് കേട്ടോ കാര്യം. അപ്പോൾ നിങ്ങൾ ഫോക്കസ്, ഞാൻ ഇത്രയും നേരം പഠിക്കുക എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ പഠിക്കുന്നത് സിസ്റ്റമാറ്റിക്കായി ഒരു പ്ലാനോട് കൂടി പഠിച്ചാൽ മാത്രമേ നമുക്ക് നെറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ ആ ഒരു അത്ര അവേഴ്സ് ഞാൻ പഠിച്ചത് എനിക്ക് യൂസ്ഫുൾ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യണം കേട്ടോ. സോ നമ്മൾ പഠനം എന്തായാലും സിസ്റ്റമാറ്റിക് ആയിട്ട് പ്ലാനോട് കൂടി ഇന്നതുപോലെ ഞാൻ പഠിക്കുമെന്ന് വിചാരിക്കുക. അതുപോലെ പ്ലാൻ നിങ്ങൾ ഇട്ടതിന് ശേഷം പഠിക്കാതിരിക്കരുത്. പ്ലാൻ ഇതാണ് എൻ്റെ പ്ലാൻ എന്ന് വിചാരിച്ച് അവിടെ ഇരിക്കരുത്. ആ പ്ലാൻ നമ്മൾ ഇന്ന് ഞാൻ മൈക്രോ പഠിച്ച് തീർക്കുമെന്ന് പറഞ്ഞാൽ ഇന്ന് ഞാൻ മൈക്രോ പഠിച്ച് തീർത്തിരിക്കണം കേട്ടോ. കാരണം 30 ദിവസമുള്ളൂ. വെറും 30 ദിവസം നിങ്ങൾ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മതി, നെറ്റ് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒന്നില്ലെങ്കിൽ നിങ്ങൾ PYQs എങ്ങനെയാണെന്ന് നോക്കിയിട്ട് തിയറി പഠിക്കുക. അല്ലെങ്കിൽ കാരണം ഞാൻ പറഞ്ഞല്ലോ PYQസിൽ ബേസ് ചെയ്തിട്ട് നമുക്ക് ഇനി അതിനുള്ള ടൈമില്ല. അല്ലെങ്കിൽ നേരത്തെ നിങ്ങൾക്ക് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് PYQസിൻ്റെ എവിടെ നിന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത് കൃത്യമായി അറിയുമെങ്കിൽ ഉറപ്പായിട്ടും ആ തിയറി പഠിച്ചിട്ട് PYQസിലേക്ക് വരുന്നാൽ മതി. ഞാൻ PYQs ജസ്റ്റ് നോക്കുക, അപ്പോൾ തിയറീസ് എവിടെ നിന്നാണ് വരുന്നതെന്നൊക്കെ അറിയാൻ പറ്റുമല്ലോ. അതുപോലെ തന്നെ പുതിയ ബുക്കുകളൊന്നും പഠിക്കാൻ നിൽക്കുന്നത് നമ്മൾ പണ്ട് നിങ്ങൾ PGയിൽ യൂസ് ചെയ്ത ബുക്സ് തന്നെയാകുമ്പോൾ നമ്മൾ ഫെമിലറൈസ്ഡ് ആണല്ലോ ബുക്സിനെ പറ്റി. ആ ബുക്ക് തന്നെ നിങ്ങൾ ഫോളോ ചെയ്യാനായിരിക്കും. അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ബുക്സ് ആണെങ്കിൽ ഓക്കെ. ഒരിക്കലും ChatGPTയോ അല്ലെങ്കിൽ ജെമിനായി അല്ലെങ്കിൽ ഗൂഗിൾ ഒന്നും അതുപോലത്തെ AI ടൂൾസ് ഒന്നും യൂസ് ചെയ്ത് ബുക്ക് നോക്കി തന്നെ വേണം പ്രത്യേകിച്ച് നെറ്റ് എക്കണോമിക്സ് എക്സാമിന് വേണ്ടി പഠിക്കാൻ. എക്കണോമിക്സിന് ഒരിക്കലും AI ടൂൾസിനെ ഡിപ്പെൻഡ് ചെയ്യരുത് കേട്ടോ. അതുപോലെ തന്നെ റിവിഷൻ. അപ്പോൾ റിവിഷൻ ഒരിക്കലും ലാസ്റ്റ് ഡേയിലേക്ക് മാറ്റി വെക്കരുത്. എപ്പോഴും ഞാൻ പറയാം അറ്റ്ലീസ്റ്റ് ഒരു 4 to 5 days, ഏറ്റവും കൂടുതൽ 7 days എങ്കിലും നിങ്ങൾ റിവൈസ് ചെയ്യണം. ടൈം ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 5 days എങ്കിലും റിവിഷന് വേണ്ടി മാറ്റി വയ്ക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് 30 ദിവസം കൊണ്ട് ഉറപ്പായിട്ടും ക്രാക്ക് ചെയ്യാൻ പറ്റും നെറ്റ്. നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്ത് ഓവർ സ്ട്രെസ്ഡ് ആയിട്ട് വലിച്ചു വാരിയൊന്നും അല്ല പഠിക്കേണ്ടത്. ഒരു സ്ട്രാറ്റജി, ഒരു സ്റ്റഡി പ്ലാനോട് കൂടി നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും 30 days നിങ്ങൾക്ക് നെറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ആദ്യം PYQs നോക്കിയിട്ട് വേണം തിയറി പഠിക്കാൻ, പാറ്റേൺ മനസ്സിലാക്കി. ഇനി നിങ്ങൾക്ക് 30 ദിവസമേ ഉള്ളൂ നിങ്ങളുടെ മുന്നിൽ. 30 ദിവസം നിങ്ങൾ തന്നെ ഏതൊക്കെയാണ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ്, എവിടെ നിന്നൊക്കെ മോക്ക് ടെസ്റ്റ് കണ്ടുപിടിക്കണം എന്നൊക്കെ ഓർത്ത് ടെൻസ്ഡ് ആയൊക്കെ ആയിരിക്കും നിൽക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് കോമ്പറ്റേറ്റീവ് ക്രാക്കിനെ സമീപിക്കും. നമ്മൾ 30 days ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് കോൺടാക്ട് ഇൻഫർമേഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താ ഇനി നിങ്ങൾക്ക് PYQs എങ്ങനെയാണ് പാറ്റേൺ എന്നൊക്കെ മനസ്സിലാക്കി പഠിക്കാനുള്ള ടൈം ഇല്ല. സോ ഉറപ്പായിട്ടും നിങ്ങൾ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്തവരുടെ പാറ്റേൺ മനസ്സിലാക്കി ഏതൊക്കെ ഏരിയ ഫോക്കസ് ചെയ്ത് പഠിക്കണം നിങ്ങൾക്ക് അറിയാൻ പറ്റും. അത് മാത്രമല്ല നമുക്ക് മോക്ക് ടെസ്റ്റുകളും അവൈലബിൾ ആണ്, പോൾസ് അവൈലബിൾ ആണ്, വീക്ക്ലി ടെസ്റ്റുകളുണ്ട്. അപ്പോൾ എന്താണ് നമുക്കൊരു ഫോക്കസ് ചെയ്ത് പഠിക്കാൻ പറ്റും. ഓൾറെഡി നമ്മളൊരു സ്റ്റഡി പ്ലാൻ നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്ത് തരുന്നുണ്ട്. സോ അപ്പോൾ നിങ്ങളുടെ അത്രയും ഭാരം കുറച്ച് കുറഞ്ഞു കിട്ടും അല്ലേ. അപ്പോൾ ഉറപ്പായിട്ടും ക്രാക്ക് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും CCLയെ സമീപിക്കുക കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് നെറ്റ് എക്കണോമിക്സിന് ഒരു ഫ്രീ ഗ്രൂപ്പ് അവൈലബിൾ ആണ്. ഫ്രീ ഗ്രൂപ്പിൻ്റെ ലിങ്ക് നമ്മൾ താഴെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രീ ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക. അപ്പോൾ അവിടെ നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉറപ്പായിട്ടും ഫ്രീ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസിന് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്